തിരുവനന്തപുരം നെടുമങ്ങാട് ഷോക്കേറ്റ് യുവാവ് മരിച്ചു. നെടുമങ്ങാട് സ്വദേശി DS അനുവാണ് മരിച്ചത്. വീട് പെയിന്റ് ചെയ്യുന്നതിനിടെയാണ് അനുവിന് ഷോക്കേറ്റത്. ഉടൻ നെടുമങ്ങാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊല്ലം മഞ്ചലിൽ ബൈക്ക് യാത്രക്കാരായ യുവാക്കളെ കാറിടിച്ച് തെറിപ്പിച്ച ശേഷം നിർത്താതെ പോയി. പരിക്കേറ്റ യുവാക്കളെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ അഞ്ചൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ പെരുമ്പിലാവിൽ ലോറിയും ബുള്ളറ്റും കൂട്ടിയിടിച്ച് 15-കാരന് ദാരുണാന്ത്യം. ചാലിശ്ശേരി ആലിക്കൽ സ്വദേശി അതുൽ കൃഷ്ണയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ പരിക്കുകളോടെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആറ്റിങ്ങലിൽ സ്കൂട്ടറിൽ കണ്ടെയ്നർ ലോറി ഇടിച്ച് നവവധുവിന് ദാരുണാന്ത്യം. മരിച്ചത് കൊല്ലം കോട്ടറ സ്വദേശി കൃപ മുകുന്ദൻ. പരിക്കേറ്റ് ഭർത്താവ് അഖിൽജിത്ത് ആശുപത്രിയിൽ. ഓഗസ്റ്റ് 21-നായിരുന്നു ഇവരുടെ വിവാഹം. തിരുവനന്തപുരത്ത് ജോലി ആവശ്യത്തിന് പോയി മടങ്ങുന്നതിനിടെയാണ് അപകടം. തൃശൂർ മുല്ലശ്ശേരി ശാസ്ത്രോത്സവം ഒക്ടോബർ 16-17 തീയതികളിൽ നടക്കും. പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ശാസ്ത്രോത്സവത്തിൽ 46 വിദ്യാലയങ്ങളിൽ നിന്ന് 1400-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. തൃശൂർ കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലെ യുവജനോത്സവം നർത്തകിയും പൂർവ്വ വിദ്യാർത്ഥിയുമായ ഐശ്വര്യ TS ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായി നടന്ന യുവജനോത്സവം വർണ്ണാഭമായി. തൃശൂർ ചാലക്കുടി SH ഓട്ടോണമസ് കോളേജിൽ മെഗാ തൊഴിൽ മേള നടന്നു. മേളയിൽ നിരവധി കമ്പനികളും 1500-ലധികം ഉദ്യോഗാർത്ഥികളും പങ്കെടുത്തു. ചടങ്ങ് MP ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു.